ലോകത്തിലെ സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് എവറസ്റ്റ് കൊടുമുടി. പ്രകൃതിദത്ത ലാൻഡ്മാർക്കുകൾ എന്നതിലുപരി നമ്മുടെ ഗ്രഹത്തിന്റെ ആവാസ വ്യവസ്ഥയുടെ സുപ്രധാന ഘടകങ്ങൾ കൂടിയാണിവ. ഇവയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം മനുഷ്യർക്കുള്ളതാണ്. എന്നാൽ ഇതേ മനുഷ്യർ തന്നെ ഈ പവിത്രതയെ ഇല്ലാതെയാക്കുന്നതാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഇനിയും മാലിന്യങ്ങൾ തോന്നും പോലെ വലിച്ചെറിയാനുള്ള മനുഷ്യന്റെ മനോഭാവം മാറിയില്ലെങ്കിൽ അധികം വൈകാതെ തന്നെ എവറസ്റ്റ് കൊടുമുടിക്ക് സമീപം മാലിന്യം കൊണ്ടുള്ള മറ്റൊരു കൊടുമുടി കൂടി ഉയരുമെന്നാണ് സമീപകാല സംഭവങ്ങൾ തെളിയിക്കുന്നത്. അടുത്തിടെ പുറത്തുവന്ന ഒരു വീഡിയോ ഏവരെയും അതിശയിപ്പിക്കുന്ന ഒന്നായിരുന്നു. എവറസ്റ്റ് കൊടുമുടി കാണാനും പർവ്വതാരോഹണം നടത്തുന്നതിനുമായി ഓരോ ദിവസവും ഇവിടെ എത്തുന്ന സഞ്ചാരികൾ യാതൊരു മടിയും കൂടാതെയാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ളവ ഇവിടെ തള്ളുന്നത്. എവറസ്റ്റ് കൊടുമുടിക്ക് സമീപത്തും ട്രക്കിംഗ് നടത്തുന്ന വഴികളിലുമൊക്കെ സഞ്ചാരികൾ ഉപേക്ഷിച്ചു പോയ മാലിന്യ കൂമ്പാരങ്ങളാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. 1953 എഡ്മണ്ട് ഹിലാരിയും ടെൻസിംഗ് നോർഗെയും എവറസ്റ്റ് കൊടുമുടി കീഴടക്കി ചരിത്രം സൃഷ്ടിച്ചതിനു ശേഷം പർവ്വതം ആയിരക്കണക്കിന് സന്ദർശകരെ ആകർഷിച്ചു. എവറസ്റ്റിന്റെ കൗതുകം വരും തലമുറയ്ക്ക് കൂടി അനുഭവിച്ചറിയണമെങ്കിൽ നമ്മുടെ ഈ തലമുറ അതിനെ കാത്തുസൂക്ഷിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഇനിയും ഇത് തുടർന്നാൽ വരും തലമുറകൾക്കായി കാത്തുസൂക്ഷിക്കാൻ പ്രകൃതി സമ്മാനിച്ച ഈ മഹാത്ഭുതം ഉണ്ടാകില്ലെന്നാണ് പരിസ്ഥിതിവാദികൾ പറയുന്നത്. കുമിഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യത്തിന്റെ അസ്വസ്ഥജനകമായ കാഴ്ചയാണ് ഇപ്പോൾ വൈറലായിരിക്കുന്ന വീഡിയോ കാണിക്കുന്നത്. മാലിന്യ കൂമ്പാരത്തിൽ ഓക്സിജൻ കാനിസ്റ്ററുകളും പ്ലാസ്റ്റിക് ബോട്ടിലുകളും ഭക്ഷണ പാത്രങ്ങളും എന്തിനേറെ പറയുന്നു മനുഷ്യ വിസർജ്യവും വരെയുണ്ട്. ഇന്ന് എവറസ്റ്റിനെ ഏറ്റവും വലിയ കൊടുമുടി എന്നതിനു പകരം ഏറ്റവും വലിയ മാലിന്യ കൂമ്പാരം എന്ന് വിളിക്കേണ്ട അവസ്ഥയിലാണ് കാര്യങ്ങൾ വന്നെത്തിയിരിക്കുന്നത്. മലിനീകരണ പ്രശ്നം രൂക്ഷമായതോടെ സമീപത്തെ ജലസ്രോതസ്സുകൾ മലിനമാകുകയും രോഗങ്ങൾ വ്യാപിക്കുകയും ചെയ്യുന്നതിനും കാരണമായിട്ടുണ്ട്. എവറസ്റ്റ് കൊടുമുടി ശുചീകരിക്കാൻ സർക്കാരുകളും സർക്കാരിതര സംഘടനകളും സജീവമായി ഇപ്പോഴും പ്രവർത്തനം നടത്തുകയാണ്. 2019 നേപ്പാൾ സർക്കാർ 10,000 കിലോഗ്രാം ഭാരമുള്ള മാലിന്യങ്ങളുടെ മല വൃത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ക്യാമ്പയിൻ ആരംഭിച്ചിരുന്നു. കൂടാതെ സന്ദർശകർക്ക് ബോധവൽക്കരണ ക്ലാസുകൾ നൽകുന്നതുൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോഴും നടന്നുവരികയാണ്. മലിനീകരണം കുറയ്ക്കുന്നതിനും ഈ പ്രകൃതിദത്തമായ നാഴികക്കല്ലിന്റെ പവിത്രത നിലനിർത്തുന്നതിനും ബയോഡീഗ്രേഡബിൾ ബാഗുകൾ ഉപയോഗിച്ച് മലമുകളിൽ നിന്ന് മാലിന്യം ശേഖരിക്കാനും നീക്കം ചെയ്യാനും നേപ്പാൾ അധികാരികൾ പുതിയ നിയമങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും കൊടുമുടിക്ക് മുകളിൽ നിന്നും പൂർണ്ണമായും മാലിന്യം നീക്കുക എന്നത് അത്ര എളുപ്പമല്ല.